എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായ അതിമനോഹരമായിട്ടുള്ള അതിൻ്റെ ആദർശപരത കൊണ്ട്, അതിൻ്റെ പ്രമേയപരത കൊണ്ട് എക്കാലത്തും സ്മരിക്കപ്പെടേണ്ട ഒരു സിനിമയാണ് പരീക്ഷ എന്നുള്ളത്. അതിലെ ഗാനങ്ങളൊക്കെ വളരെ ഹിറ്റായിരുന്നു. അന്ന് സിനിമ അത്ര ഹിറ്റായോ എന്ന് എനിക്ക് അറിയില്ല. ഈ പരീക്ഷ എന്ന സിനിമയിൽ തിക്കുറിശ്ശി, പ്രേം നസീർ ഒക്കെയാണ് ശാരദ ഒക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ തിക്കുറിശ്ശി അഭിനയിക്കുന്നത് ഒരു ഹെഡ് മാസ്റ്ററുടെ ഭാഗമാണ്, റോളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ ശാരദയെ, അത് ഷീലയാണോ എനിക്ക് ഓർമ്മയില്ല, പ്രണയിക്കുന്നത് പ്രേം നസീറാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉയർന്നു വരികയാണ്. അതിന് അവരുടെ വിവാഹബന്ധമൊക്കെ വേണമെങ്കിൽ ഉറപ്പിച്ചിരിക്കുന്ന വിവാഹബന്ധമാണ്. ഇവിടെ പ്രശ്നം ഉയർന്നു വരികയാണ്. ഇതിൽ പ്രേം നസീർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായിട്ട് പരീക്ഷയിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അന്ന് 10ാം ക്ലാസ് പരീക്ഷ വീണ്ടും എഴുതാമെന്ന് തോന്നുന്നു. തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതങ്ങനെ ആ പ്രേം നസീറിൻ്റെ കുടുംബത്തിന് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇദ്ദേഹമല്ലേ ഹെഡ് മാസ്റ്റർ, അദ്ദേഹത്തിനോട് പറയുമോ അവനെ ജയിപ്പിക്കാൻ, ഇല്ലെങ്കിൽ മകളെ കല്യാണം കഴിക്കില്ല എന്ന് പറയും. അപ്പോൾ തീരെ നിവൃത്തിയില്ലാതായപ്പോൾ പ്രേം നസീറിൻ്റെ കഥാപാത്രം തിക്കുറിശ്ശിയോട് പറയുകയാണ്, അത് അങ്ങനെ മകളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാകണമെങ്കിൽ ഇവനെത്തിരി മാർക്ക് കൂട്ടിയിട്ടോട്ട് ഇവർ വിജയിപ്പിക്കണം എന്നുള്ളതാണ്. അതോടുകൂടിയിട്ട് തിക്കുറിശ്ശി അവതരിപ്പിക്കുന്ന ഈ ആദർശവാനായിട്ടുള്ള ഹെഡ് മാസ്റ്റർ വലിയ സംഘർഷത്തിൽ പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം സംഘർഷത്തിൽപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആദർശമാണ് അദ്ദേഹത്തിന് വലുത്. ആ സംഘർഷത്തിൽ ഒടുവിൽ അദ്ദേഹം പരാജയപ്പെട്ടു. മകൾക്ക് വേണ്ടി അദ്ദേഹം മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തു ഈ പയ്യനെ വിജയിപ്പിച്ചു. പക്ഷേ ആ രാത്രി അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഭരണാധികാരികളും പൊതുപ്രവർത്തകരുമൊക്കെ വലിയ അഴിമതി നടത്തുന്നതാണ് മേന്മ എന്നും, സ്വന്തം കുടുംബത്തിന് വേണ്ടി അഴിമതി നടത്തിയാൽ അത് ന്യായീകരിക്കത്തക്കതാണെന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് നേരെ ഉയർത്തിപ്പിടിക്കേണ്ട വലിയ കണ്ണാടിയാണ് ഈ സിനിമ. കാണണം. നമസ്കാരം.